ഹലോ അസ്സാം വലൈക്കും വെൽക്കമിങ് ഓൾ ഓഫ് യു ടു എ ന്യൂ എപ്പിസോഡ്. ഇന്ന് ഞാൻ ചെയ്യുന്നത് പിക്ചറിൽ കണ്ടില്ലേ, സ്ട്രോബെറി ഐസ്ക്രീമാണ്. ഇതിന് മുന്നേ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്ന ന്യൂട്ടലിനെയും ബേസൻ ലഡു ഒക്കെ പോലെ തന്നെ കിഡ്സ് ഫ്രണ്ട്ലി ആയിട്ടുള്ള റൈറ്റാണ്. കിഡ്സിന് മാത്രമല്ല മുതിർന്ന ആളുകൾക്കും ഇഷ്ടമാണ്. എന്നിരുന്നാലും കുറച്ചേറെ ഇഷ്ടം ഐസ്ക്രീമിനോടുള്ളത് കുട്ടികൾക്കല്ലേ. അപ്പോൾ അതെങ്ങനെ നമുക്ക് എളുപ്പത്തിൽ വീട്ടിൽ ചെയ്യുന്നതെന്ന് നോക്കാം. പിന്നെ അതുപോലെ തന്നെ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതിൻ്റെ കൂടെയുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമ്മളിനി സ്ട്രോബെറി ഐസ്ക്രീം ഉണ്ടാക്കാനായിട്ട് തുടങ്ങാൻ പോവാം. അതിന് മുന്നേ ഞാൻ ഇൻഗ്രീഡിയൻസ് കാണിക്കുന്നതിന് മുന്നേ ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ ഏത് പാത്രത്തിലാണോ വിപ്പ് ചെയ്യുന്നത് ആ പാത്രവും വിപ്പ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ബ്ലെൻഡറിൻ്റെ ബ്ലേഡും കൂടി കുറച്ച് നേരം ഒന്ന് ഫ്രീസറിൽ വെച്ചേക്കുക. അത് ഞാനിപ്പോൾ ഒരു 15-20 മിനിറ്റ്സ് ഒക്കെ വെച്ച് കഴിയുമ്പോഴത്തേന് എന്തിനാ അങ്ങനെ ചെയ്യുന്നത് വെച്ചാൽ, നമ്മൾ വിപ്പ് ചെയ്യുന്ന സമയത്ത് നല്ലതുപോലെ വളരെ പെട്ടെന്ന് തന്നെ വിപ്പ് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എടുക്കുന്ന വിപ്പിംഗ് ക്രീം നല്ല പെട്ടെന്ന് തന്നെ വിപ്പ് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ഫ്രീസറിൽ വെക്കുന്നത്. അപ്പോൾ ഞാനൊരു 15-20 മിനിറ്റ്സ് ഏത് പാത്രത്തിലാണ് വിപ്പ് ചെയ്യുന്നത് ആ പാത്രവും ബ്ലേഡും ഫ്രീസറിൽ വെക്കാൻ പോകും. അപ്പോൾ നമ്മൾ വിപ്പ് ചെയ്യാനായിട്ടുള്ള പാത്രവും അതിനുള്ള ബ്ലേഡും ഫ്രീസറിൽ വെച്ചിട്ടുണ്ട്. ഞാനൊരു 15-20 മിനിറ്റ്സ് നമ്മൾ അത് അവിടെ ഇരിക്കട്ടെ. അപ്പോൾ ആ സമയത്ത് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് വേണ്ടതെന്ന് നോക്കാം. ഇവിടെ ഞാൻ എടുത്തേക്കുന്നത് സ്ട്രോബെറിയാണ്. നമ്മൾ ഫ്രഷ് സ്ട്രോബെറി കൊണ്ടുള്ള ഐസ്ക്രീം അല്ലേ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഒരു 8 പീസസ് ഒക്കെ എടുത്തിട്ടുണ്ട്. ഇപ്പം സപ്പോസ് ഇത്രയും സ്ട്രോബെറി അവൈലബിൾ ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ സ്ട്രോബെറിയുടെ ഒരു ഫ്ലേവേർഡ് എസൻസ് അവൈലബിൾ ആയിട്ട് കിട്ടും മാർക്കറ്റിൽ, അത് ആഡ് ചെയ്യാം. പക്ഷേ ഇവിടെ ഞാനത് ആഡ് ചെയ്യുന്നില്ല, കാരണം നമ്മുടെ ഇപ്പോൾ സ്ട്രോബെറി ഉണ്ട്. നമ്മൾ ഫ്രഷ് സ്ട്രോബെറിയും കൊണ്ടുള്ള ഫ്രഷ് ഐസ്ക്രീം അല്ലേ ഉണ്ടാക്കുന്നത്. അപ്പം സ്ട്രോബെറീസ് മാത്രമേ എടുത്തിട്ടുള്ളൂ. പിന്നെ വിപ്പിംഗ് ക്രീം വേണം. വിപ്പിംഗ് ക്രീം ഒരു 250 ml എടുത്തേക്കുന്നത്. ഇതാണ് ഞാൻ എടുത്തേക്കുന്ന വിപ്പിംഗ് ക്രീം. ഇവിടെ വിപ്പിംഗ് ക്രീം എന്ന് പറഞ്ഞ് തന്നെ നമുക്ക് അവൈലബിൾ ആയിട്ട് കിട്ടും. അതൊരു 250 ml എടുത്തിട്ടുണ്ട്. പിന്നെ കണ്ടൻസ്ഡ് മിൽക്ക് അത് 1/4 കപ്പ് എടുത്തേക്കുന്നത്. ഇത് നമ്മുടെ സ്റ്റാൻഡേർഡ് മെഷറിംഗ് കപ്പാണ്. നമുക്ക് സ്റ്റോറിൽ അവൈലബിൾ ആയിട്ടുള്ള സ്റ്റാൻഡേർഡ് മെഷറിംഗ് കപ്പാണ്. ഇതിൽ എന്തെങ്കിലും മെഷർ ചെയ്തെടുക്കണം എന്നുണ്ടെങ്കിൽ ML-ഉം അതുപോലെ കപ്പും 2 സൈഡിലായിട്ടുണ്ടാവും. ഇവിടെ ഞാൻ 1/4 കപ്പ് എടുത്തേക്കുന്നത്. ഇതിൽ നമ്മൾ ഷുഗർ ആഡ് ചെയ്യുന്നേ ഇല്ല ഈ ഐസ്ക്രീമിൽ. ഈ കണ്ടൻസ്ഡ് മിൽക്കിൻ്റെ ആ ഒരു ടേസ്റ്റ് മാത്രമേ ഉള്ളത്. സ്വീറ്റ് ആൻഡ് കണ്ടൻസ്ഡ് മിൽക്കാണ്. സ്വീറ്റ് ആൻഡ് കണ്ടൻസ്ഡ് മിൽക്കാണ് ഉള്ളത്. പിന്നെ വാനില എസൻസ് വേണം, അതൊരു 1 ടീസ്പൂൺ ഒഴിച്ചു കൊടുക്കും. പിന്നെ ഉള്ളത് നമ്മളുടെ ലൈം ജ്യൂസ് ഞാനൊരു 1/2 ടീസ്പൂൺ എടുത്തിട്ടുള്ളൂ. ഇനി ഞാനിവിടെ ചെയ്യുന്നത് സ്ട്രോബെറിയുടെ ഈ ഒരു പോർഷനല്ലേ, ഇത് റിമൂവ് ചെയ്തിട്ട് മിക്സിയിലിട്ട് നല്ലതുപോലെ ഗ്രൈൻഡ് ചെയ്തിട്ട് അരിച്ചെടുക്കണം. ഇപ്പോൾ സ്ട്രോബെറി നമ്മൾ ഗ്രൈൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. അത് ഞാനൊരു അരിപ്പയിൽ വെച്ചിട്ട് അരിച്ചെടുക്കുക. ഇങ്ങനെ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, എന്തെങ്കിലും ലംസ് ഉണ്ടെങ്കിൽ അതൊന്ന് മാറി കിട്ടാൻ വേണ്ടി മാത്രമാണ് നമ്മൾ അരിച്ചെടുക്കുന്നത് കേട്ടോ. ഇതിൽ ശരിക്കും പറഞ്ഞാൽ നല്ലതുപോലെ അരഞ്ഞിട്ടുണ്ട്. എനിക്കങ്ങനെ ലംസ് ഒന്നും വന്നിട്ടില്ല. നിങ്ങൾ ഉണ്ടാക്കുമ്പോഴത്തേക്കിനും എന്തെങ്കിലും ലംസ് വരുവാണെങ്കിൽ അത് ഈ അരിപ്പയിൽ നിന്ന് അങ്ങ് മാറ്റിയെടുക്കാം കേട്ടോ. എന്നിട്ട് നമ്മൾ ഈ അരിച്ചെടുക്കുന്നതിനകത്തേക്ക് 1 ടേബിൾ സ്പൂൺ കണ്ടൻസ്ഡ് മിൽക്കും പിന്നെ നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന നാരങ്ങ നീരില്ലേ അതും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ഇതങ്ങ് മിക്സ് ചെയ്ത് മാറ്റി വെച്ചേക്കാം. ഇനി നമ്മളുടെ വിപ്പിംഗ് ക്രീം എടുത്ത് വിപ്പ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കിനുമാണ് ഈ സ്ട്രോബെറിയുടെ മിക്സ് അതിൻ്റെ കൂട്ടത്തിൽ മിക്സ് ചെയ്ത് അത് ഒരുമിച്ച് ഫോൾഡ് ചെയ്തെടുക്കുന്നത് കേട്ടോ. ഞാൻ അതിൽ കണ്ടൻസ്ഡ് മിൽക്ക് ഒരു 1 ടേബിൾ സ്പൂൺ ഇവിടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ എടുത്ത് വെച്ചിരുന്ന നാരങ്ങ നീരില്ലേ അതും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഇത് മിക്സ് ചെയ്ത് അത് മാറ്റി വെച്ചേക്കുക. ആ കണ്ടൻസ്ഡ് മിൽക്കും ലെമൺ ജ്യൂസൊക്കെ ആഡ് ചെയ്തപ്പോൾ കണ്ടോ, നേരത്തെ ഉണ്ടായിരുന്ന ആ ഒരു ഡാർക്ക് കളർ മാറിയിട്ട് കുറച്ചൊരു ലൈറ്റ് കളർ ആയിട്ടുണ്ട്. പിന്നെ നമ്മൾ ലൈം ജ്യൂസ് ആഡ് ചെയ്യുന്നത് ഈ സ്ട്രോബെറിയുടെ ഫ്ലേവർ എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ എൻ്റെ ബ്ലേഡും പിന്നെ പാത്രവും ഒക്കെ നല്ലതുപോലെ തണുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ഈ പാത്രത്തിലേക്ക് വിപ്പിംഗ് ക്രീം ഒഴിച്ചിട്ട് വിപ്പ് ചെയ്തെടുക്കാം. ഈ ഐസ്ക്രീം ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ ഈ വിപ്പ് ചെയ്യുന്ന കാര്യമാണ് മെയിൻലി കെയർ ചെയ്യേണ്ടത്. ബാക്കിയെല്ലാം സിമ്പിളാണ്. നമ്മൾ വിപ്പിംഗ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് കാണാനായിട്ട് പറ്റും, അതിനകത്ത് ബബിൾസ് ഉണ്ടാവും. പിന്നെ ക്രീം അല്ലേ, അപ്പോൾ അതൊരു ശരിക്കും ഒരു ലിക്വിഡ് ഫോമിലായിരിക്കും. പക്ഷെ നമ്മളുടെ ഈ മിക്സർ വെച്ചിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്ത് വരുമ്പോഴത്തേക്കിനും കാണാൻ പറ്റും ഈ ലിക്വിഡ് കുറച്ചും കൂടെ ഒന്ന് നല്ല കട്ടിയായിട്ട് മാറും. ആ ബബിൾസ് ഉണ്ടാക്കുന്നതൊക്കെ കുറയും. ഒരുവിധം ക്രീമി ടെക്സ്ചറിലേക്ക് മാറിയും തോന്നിക്കഴിഞ്ഞാൽ പിന്നെ നമ്മളുടെ ഹാൻഡ് മിക്സറിൻ്റെ സ്പീഡ് കുറച്ചൊന്ന് കുറയ്ക്കണം കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ ഒത്തിരി സ്പീഡിൽ അങ്ങ് ചെയ്ത് കഴിഞ്ഞാൽ ഇതങ്ങ് പിരിഞ്ഞു പോകും. പിന്നെ നമ്മൾ ഇത്രയും നേരം കഷ്ടപ്പെട്ടതെല്ലാം വെറുതെ ആവും. ഇപ്പോൾ കണ്ടോ, അതിൻ്റെ ആ ഒരു കുറച്ചും കൂടെ കട്ടിയായിട്ട് വന്നിട്ടുണ്ട്. നമ്മളിത് എപ്പോഴാണ് സ്റ്റോപ്പ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ ഈ മിക്സർ ഈ ക്രീമിൽ നിന്ന് എടുക്കുമ്പോഴത്തേക്കിനും അതിനകത്തുനിന്ന് ഒട്ടും തന്നെ ക്രീം താഴേക്ക് വിട്ടു പോവാതെ അതിനകത്ത് പിടിച്ച് നിൽക്കുന്ന ഒരു സ്റ്റേജ് വരും. ആ സമയത്ത് കഴിഞ്ഞാൽ മനസ്സിലാവും
മനസ്സിലാവും നമ്മളുടെ ക്രീം നല്ലതുപോലെ വിപ്പായിട്ടുണ്ടെന്ന്. ഇതിപ്പോൾ കുറച്ചും കൂടെ ആവാനുള്ളൂ. ഇത് ജസ്റ്റ് വേണമെങ്കിലും തൊട്ട് നോക്കിയാൽ കാണാൻ പറ്റും. നല്ല ക്രീമി ടെക്സ്ചർ ആയിട്ടുണ്ട്. ഞാൻ കുറച്ച് നേരം കൂടെ ഇത് കണ്ടു. ഇതിപ്പോൾ ഞാനിങ്ങനെ കറക്കിയൊക്കെ എടുക്കുമ്പോഴത്തേക്കിനും അതിനകത്തുനിന്ന് താഴേക്ക് അങ്ങനെ നേരത്തെ പോലെ ലിക്വിഡ് പോലെ ഒലിച്ച് താഴേക്ക് പോകുന്നൊന്നുമില്ല. അത് അതിനകത്ത് തന്നെ ഇങ്ങനെ പിടിച്ചിരിക്കുന്നുണ്ട് നമ്മളുടെ ബ്ലേഡിൽ. അപ്പോൾ ആ ഒരു സ്റ്റേജ് എത്തിക്കഴിഞ്ഞാൽ നമുക്ക് നിർത്താനായിട്ട് പറ്റും. പിന്നെ കൂടുതലായിട്ട് വിപ്പ് ചെയ്യണ്ട. കാരണം കൂടുതലായിട്ട് ചെയ്താൽ ഇതങ്ങ് പിരിഞ്ഞു പോകും. നമ്മളുടെ പാലൊക്കെ പിരിയത്തില്ലേ, അതുപോലെ അങ്ങ് പിരിഞ്ഞു പോകും. അപ്പോൾ നമ്മൾ ഈ വിപ്പിംഗ് ക്രീം കറക്റ്റ് പരുവ എത്തിയപ്പോഴത്തേക്കിനും വിപ്പിംഗ് സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട്. ഇനി ചെയ്യുന്നത് ഇതിനകത്തേക്ക് നമ്മൾ നേരത്തെ സ്ട്രോബെറി മിക്സ് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, അത് ഇതിനകത്തേക്ക് അങ്ങ് ആഡ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന കണ്ടൻസ്ഡ് മിൽക്കും ആഡ് ചെയ്യും. കാരണം ഇതെല്ലാം നമ്മളുടെ വിപ്പിംഗ് ക്രീം റെഡി ആയതിനു ശേഷം മാത്രം ആഡ് ചെയ്ത് കൊടുത്താലും മതി. കാരണം ഇതൊന്നും വിപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് ജസ്റ്റ് ആഡ് ചെയ്ത് നല്ലതുപോലെ ഫോൾഡ് ചെയ്താൽ മതി. ഇനി ഞാൻ ഈ ബ്ലേഡിൽ ഉണ്ടായിരുന്ന ആ ഒരു ക്രീമും കൂടെയൊക്കെ ഇതിനകത്തേക്ക് അങ്ങ് മാറ്റിയിട്ട് ഇതെല്ലാം കൂടി നല്ലതുപോലെ ഫോൾഡ് ചെയ്ത് നല്ലപോലെ ബ്ലെൻഡ് ആക്കി എടുക്കണം. ഈ ഒരു മിക്സിൽ ഇനി നമ്മൾ വിപ്പ് ചെയ്യുകയൊന്നും ചെയ്യുകയേ ചെയ്യരുത് കേട്ടോ. ഇത് നമ്മൾ നല്ല സ്മൂത്തായിട്ട് ഇതുപോലെ ബ്ലെൻഡ് ചെയ്ത് അങ്ങ് എല്ലാം നല്ലതുപോലെ അങ്ങ് ഇളക്കി ചേർക്കുക ചെയ്യേണ്ടത്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഒരു സാധനം കൂടി ആഡ് ചെയ്യാനുള്ളത്, അത് വാനില എസൻസാണ്. വാനില എസൻസ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, 1 ടീസ്പൂൺ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അതും കൂടെ ആഡ് ചെയ്ത് നല്ലതുപോലെ അങ്ങ് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പം ഞാനിതിനെ ഫ്രീസറിലേക്ക് വെക്കാനുള്ള പാത്രത്തിലേക്ക് മൂവ് ചെയ്യുവാണ്. അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ നല്ല ക്രീമി ടെക്സ്ചർ ആയിട്ടുള്ള ഐസ്ക്രീമാണ് നമുക്ക് കിട്ടിയേക്കുന്നത്. ഇതൊരു 12 hours അല്ലെങ്കിൽ ഓവർനൈറ്റ് ഫ്രീസറിൽ വെച്ചിട്ട് എടുക്കുമ്പോഴത്തേക്കും നമ്മുടെ ഐസ്ക്രീം റെഡി ആയിട്ടുണ്ടാവും. ഞാനിതൊന്ന് ലെവൽ ചെയ്തിട്ട് ഒരു ക്ലിംഗ് റാപ്പ് കൊണ്ട് റാപ്പ് ചെയ്തിട്ട് ഫ്രീസറിൽ വെക്കാൻ പോവാം കേട്ടോ. ഇപ്പോൾ ഇതാ ഓവർനൈറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഞാനിത് ഫ്രീസറിൽ നിന്ന് എടുത്ത് സ്കൂപ്പ് ചെയ്ത് നമ്മളുടെ സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാൻ പോവാം. അപ്പോൾ നമ്മൾ ഈ ഇതിൽ കാണുന്നത് പോലെ തന്നെ നല്ല ക്രീമി ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള സ്ട്രോബെറി ഐസ്ക്രീമാണ് നമുക്ക് കിട്ടുന്നത്. ഇതെല്ലാവർക്കും ഇഷ്ടമാകുമെന്ന് ഞാൻ ഉറച്ച് വിശ്വസിക്കുകയാണ്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യണം ഉറപ്പായിട്ടും. പിന്നെ നിങ്ങളുടെ കമൻറ്റ് എന്നെ അറിയിക്കണം എന്ന് റിക്വസ്റ്റ് ചെയ്യുകയാണ്. പിന്നെ ചാനൽ ഫസ്റ്റ് ടൈം കാണുന്നവരാണെങ്കിൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ഇതാ നമ്മുടെ ഐസ്ക്രീം റെഡി ആയിട്ടുണ്ടല്ലോ. ഇതിനകത്ത് ഞാൻ കളറൊന്നും ആഡ് ചെയ്തിട്ടില്ല, എസൻസ് ഒന്നും ആഡ് ചെയ്തിട്ടില്ല. ഫ്രഷ് സ്ട്രോബെറിയുടെ ഫ്ലേവർ മാത്രമാണുള്ളത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. പിന്നെ ഉടനെ തന്നെ കാണാം ഇനി അടുത്തൊരു വീഡിയോയിൽ.